നമസ്കാരം. ജീവേശ്വരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് വന്ന് ചികിത്സയ്ക്ക് വന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ട് വളരെ വേദനയൊക്കെ ആയിട്ട് വന്നൊരു കുഞ്ഞിൻ്റെ രോഗം ഭേദമാക്കിയതിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോവാം. നമസ്തേ, എൻ്റെ പേര് സന്ദീപ് സോമദാസ്. എൻ്റെ മകൻ ആദിശങ്കർ, വൈഫ് അമൃത. എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് റീസെൻ്റ്ലി നടന്നൊരു സംഭവം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദിശങ്കറിന് ഇവനൊരു കുറച്ച് നാൾ മുമ്പ് ഒരു സ്കിൻ ഡിസീസ്, ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, എക്സിമ വന്നിരുന്നു. അപ്പം എക്സിമ വന്നതിന് ശേഷം ഒരു വർഷത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നു. ബെഡ് റെസ്റ്റ് എന്ന സമയത്ത് വീട്ടിൽ ചെറിയൊരു വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഈ ചെറിയ ഗ്രൗണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവനത് കണ്ടിട്ട് വന്ന് അച്ഛൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാനെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്ത് ചാടിയിട്ട് താഴെ പോയി കുറച്ച് കഴിയുമ്പം ആൾക്ക് ഒരു കാല് അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ഒന്ന് പൊക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഭയങ്കര കരച്ചിൽ, ബഹളങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാതെ നമ്മൾ ആദ്യം അടുത്തുള്ളൊരു വൈദ്യരുണ്ട്, വീടിൻ്റെ അടുത്തുള്ളൊരു വൈദ്യരുണ്ട്. വൈദ്യരെ പോയി കണ്ടു. വൈദ്യർ നന്നായിട്ട് ഒരു മസാജൊക്കെ കൂടെ നന്നായിട്ട് തിരുമ്മി. അപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അന്ന് രാത്രി വന്ന് ഉറങ്ങി. പിറ്റേ ദിവസം വീണ്ടും വൈദ്യരെ കണ്ടു. അങ്ങനെ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയി. 3 ദിവസം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അപ്പോഴും മാറ്റങ്ങളൊന്നും അധികം കണ്ടില്ല. ആ പെയിൻ നന്നായിട്ടുണ്ട്. ആ ഹിപ്പിൻ്റെ ഏരിയയിലാണ് അവന് ആ കൂടുതലും പെയിൻ വന്നുകൊണ്ടിരുന്നത്. വൈദ്യർ ഇതിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പം നെക്സ്റ്റ് ഞങ്ങൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവർ എക്സ്റേ എടുത്തു, MRI സ്കാൻ എടുത്തു. പിന്നെ അവർ പറഞ്ഞു ഒരു 7-8 ദിവസം അഡ്മിറ്റാണ്, ട്രാക്ഷൻ ഇടണം. അങ്ങനെയൊക്കെ പറയുമ്പം നമ്മളെല്ലാവരും പേടിച്ചു പോകല്ലോ. ആദ്യം രണ്ടൊന്നും ടാബ്ലറ്റ്സ് എന്തൊക്കെയോ തന്നു. പിന്നെ അത് ഒന്നും എടുത്തില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മളൊരു അടുത്ത് തന്നെ വേറൊരു ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവിടെ പോയപ്പോഴും സെയിം സംഭവമാണ് പറഞ്ഞത്. സെയിം സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ടൈം വേണം അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ. അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എക്സ്റേ ഒക്കെ നോർമലായിരുന്നു. അല്ലാതെ ഉള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ വേറെ ഒന്നും കണ്ടുപിടിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച വേണം ഇതെല്ലാം ട്രാക്ഷൻ ഇട്ട് ശരിയാക്കി എടുക്കാണ്ട്. പിന്നെ ആ സമയത്തും ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 to 10 days ആയിട്ടുണ്ടായിരുന്നു. അതിക്ക് ഈ പറഞ്ഞ പോലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, അവന് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ പൊക്കിയെടുത്തുണ്ട്, ബെഡ്റൂം മുകളിലായതുകൊണ്ട് പൊക്കിയെടുത്തുണ്ട് കൊണ്ടുവന്ന്. പിന്നെ ടോയ്ലറ്റ് പോലും ഈ പോകാൻ പറ്റാത്തൊരവസ്ഥ. ഓർത്തോപെഡിക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഈ പഴുപ്പ് ഉണ്ട്, പസ് എല്ലിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമുക്ക് എന്താണെന്ന് നോക്കണം, ആ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ബോൺ മാരോ അങ്ങനെ പറഞ്ഞില്ല, ബോൺ മാരോ സർജറി വേണമെന്ന് പറഞ്ഞ് ഞങ്ങളാകപ്പാടെ ശരിക്കും പേടിച്ചു. കാരണം കാലിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ സീൻ കംപ്ലീറ്റ് മാറുകയാണ്. ഡോക്ടർ പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ ബോണിലോട്ട് പസ് ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ബയോപ്സി നോക്കണം. അപ്പോൾ ആകപ്പാടെ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡായി. അത് കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് പോയതല്ലേ. പെട്ടെന്ന് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ആകപ്പാടെ പേടിച്ചു. കാര്യം സർജറി വേണമെന്ന് പറയുമ്പോൾ നമ്മളാർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരി അടുത്ത് തന്നെ വേറൊരു ഡോക്ടറുണ്ട്, ഒരു ഓർത്തോപെഡിക് സ്പെഷ്യലിസ്റ്റ്. അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങേര് പറയുന്നത് ഇതിലും വേഴ്സായിട്ടോ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇഷ്യൂവിനെ ഇവിടുത്തെ മേജർ ഹോസ്പിറ്റൽസിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അവരിത് നമ്മളെ ശരിക്കും പറയാൻ ലിറ്ററലി ടെൻഷൻ അടുപ്പിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. അപ്പോൾ വീട്ടിലത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങളെല്ലാവരും ശരിക്കും ടെൻഷനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം മോൻ ഉറങ്ങുന്നില്ല, കുറേ ദിവസമായിട്ട് അവൻ ഉറങ്ങുന്നില്ല. അവന് ബെഡിൽ നിന്ന് താഴത്തോട്ട് കാല് വെക്കാൻ പോലും പറ്റുന്നില്ല. ജസ്റ്റ് കാല് വെക്കണ്ട, കാല് നീക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇവനെ എടുത്തിട്ടാണ് ഞങ്ങളൊന്ന് നിലത്ത് വെക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ റൂമിൻ്റെ ആ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ എടുത്തു അവനെ ഒന്ന് കൊണ്ടുവരാൻ. കാരണം അത്രയ്ക്കും സീരിയസ് ആയി. അവൻ കിടന്ന് അതേപോലെ കരച്ചിലായി, ഭയങ്കര പ്രശ്നമായി. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞ് വേറൊന്നുമല്ല. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്കാണ് പോകാനായിട്ട്. സെയിം റൂമിൽ തന്നെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് ഒന്നാമത് ആൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് ആ സ്റ്റെപ്പ് ഒരു 10 ഡിവൈഡ് ചെയ്ത് എങ്ങനെ വെക്കാൻ പറ്റും? അങ്ങനെയല്ലേ കൊണ്ടുവരുന്നത്. ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ അവൻ ഇവിടെ വരെ കൊണ്ടുവന്നപ്പം ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ അവരാണെങ്കിൽ ഒട്ടും ഹോപ്പ് തരാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവസാനം ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലാത്ത അവസ്ഥയായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാ ഡോക്ടേഴ്സും ഇതായിട്ട് നമ്മളൊരു റിലീഫ് നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടുത്തെ മേജർ ഹോസ്പിറ്റൽസ് ഒന്നും അങ്ങനെയല്ല. അത് നമ്മളെ ലിറ്ററലി ടെൻഷൻ അടുപ്പിച്ച് ആകപ്പാടെ വട്ടായി പോകുന്നൊരവസ്ഥ എന്ന് തന്നെ പറയണം. ആ സമയത്ത് ഞങ്ങൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ആ സമയത്ത് ദൈവം ഓർപ്പിച്ചതെന്നായിരിക്കും. അനുവൈദ്യരുടെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല. ഇപ്പം അത്രയ്ക്കും ദൂരം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലും പിന്നെ അതുപോലെ വൈദ്യശാലകളൊക്കെ അടുത്തുണ്ട്. പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആരെ വിളിക്കാൻ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും വേണമല്ലോ. 3 സ്ഥലത്ത് പോയി, അടുത്തുള്ള വൈദ്യരുടെ അടുത്ത് പോയി, പിന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ഒരു ഓർത്തോപെഡിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്നൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. പിന്നെ ഒരു വൈദ്യരോട് കാര്യം പറഞ്ഞു. വൈദ്യർ പറഞ്ഞു പെട്ടെന്ന് എന്നാൽ വരാൻ നമുക്ക് നോക്കാമെന്നേ പറഞ്ഞുള്ളൂ. പുള്ളി ഇങ്ങനെ ഉറപ്പൊന്നും പറയത്തില്ല, പെട്ടെന്ന് മാറ്റിത്തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വരൂ നമുക്ക് നോക്കാം എന്ന് കരുതി കരളിലേക്ക് പോയി. ബാക്കി നീ പറ, നിൻ്റെ അനുഭവം അല്ലേ, നീ തന്നെ പറഞ്ഞു. ഞങ്ങളവിടെ വൈദ്യരുടെ അടുത്ത് ചെല്ലുന്നു. കാലടിയിൽ ചെന്ന് കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോലും, അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു, കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഫ്രണ്ടിലിരുന്ന്, ഇവരൊക്കെ ബാക്കിൽ അച്ഛനെ ഓടിക്കുന്നു. ഇറങ്ങാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് സീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ചെരിഞ്ഞ് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ട് എല്ലാവരും വന്ന് എന്നെ എടുത്ത് അകത്തോട്ട് കയറ്റി അവിടെ ഞാൻ ആദ്യം ഇരുന്നു ഒരു ചെയറിൽ. കുറച്ച് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കിടക്കുന്ന അവിടെ അകത്തോട്ട് കയറി. ഇപ്പം ഇവർ എന്നെ അമ്മ ഈ സൈഡിൽ, അച്ഛൻ ഈ സൈഡിൽ എന്നെ പൊക്കി. അതായത് കാലെനിക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതെ, വേദന എന്ന് പറഞ്ഞാൽ വേദന ഇങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകത്തില്ല, ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഓരോ സെക്കൻഡും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. ഞങ്ങൾ 3 പേരും ലിറ്ററലി കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് കയറുന്നത്. കാരണം നമ്മളല്ലേ, ഞങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യണേ, രക്ഷിക്കണേ, ഇത് വേറെ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ശരിക്കും ചെല്ലുന്നത്. അതെ അതെ അതെ, അന്നത്തെ അവസ്ഥ ഇതായിരുന്നില്ല. ഞങ്ങളിപ്പോൾ കൂളായി, കാരണം ആ സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നല്ലോ. പക്ഷെ അന്നത്തെ അവസ്ഥ ഇതായിരുന്നില്ല. അന്ന് ഇവരെൻ്റെ അടുത്ത് എപ്പോഴും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ കൂവല്ലേ. കാര്യം പറഞ്ഞെന്താ വെച്ചാൽ അത്രയ്ക്കും കരച്ചിലായിരുന്നു. കരഞ്ഞോണ്ട് കയറി അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ അകത്തോട്ട് ഞാൻ കയറി. അറിയോ, നമ്മളെ കണ്ടിട്ട് ഇവനെ തട്ടിക്കൊണ്ട് പോകുന്നിരിക്കുന്ന ആൾക്കാർ തൊട്ടപ്പുറത്ത് ബേക്കറിയും കടകളൊക്കെ ഉണ്ട് വൈദ്യരുടെ വൈദ്യശാലയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അവിടെ നിന്ന് ഇവനെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് അവരെല്ലാം വിചാരിക്കും എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നതാണ്. കാരണം ഞങ്ങള് 3 പേരും എന്താ പറയണ്ട, എൻ്റെ അമ്മയുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ലിറ്ററലി കരഞ്ഞുകൊണ്ട് കയറുന്നു. ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്താ പറ്റുന്നതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ശങ്കരൻ എൻ്റെ അപ്പുറത്തെ കരച്ചിലാണ്. അപ്പം ആൾക്കാർ, എനിക്കാണെങ്കിൽ അന്ന് ഭയങ്കര പേടിയുള്ളൊരു ദിവസമായിരുന്നു, ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അകത്ത് കയറി ഞാൻ അന്ന് കുറേ ദിവസം ഉറങ്ങിയില്ല ഈ കാലിലെ ഈ പ്രശ്നം കാരണം. ഒരാഴ്ചയോളം മറ്റേ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും പേടിച്ച് ഉറങ്ങാതായി. വേദന ഉറങ്ങാതെ മാത്രമല്ല, ബാത്റൂമിൽ പോയിട്ടില്ല കുറേ ദിവസമായിട്ട്. അതെ, ഒന്നിനും പറ്റില്ല, ബാത്റൂമിൽ കുളിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം കാലൊന്ന് ജസ്റ്റ് ഒരു ഇഞ്ച് അനക്കാൻ പറ്റില്ല, അനക്കി കഴിഞ്ഞാൽ പെയിൻ ആണ് വരുന്നത്. കാലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിരിക്കാൻ പോലും പറ്റത്തില്ല സൈഡിലോട്ട്. അപ്പം അവിടെ പോയി അനുപങ്ങൾ അവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പേടി വെച്ചാൽ എങ്ങാണ് എനിക്ക് തിരിയാൻ പറയുകയാണെങ്കിൽ തിരിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചുള്ള പേടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഉറങ്ങിപ്പോയി. 1.5-2 മണിക്കൂറോളം അവിടെ കയറ്റി കിടത്തിയിട്ട് വൈദ്യൻ ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ മരുന്ന് എന്തോ ഉണ്ട്, ഒരു കൂട്ടുണ്ട്, അത് കരഞ്ഞുകൊണ്ടാണ് ശങ്കരൻ കയറി കിടക്കുന്നത്. കിടന്നിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ മരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ദേഹത്തോട്ട് പരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒരു ഫെദർ ടച്ചിൽ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു 5 മിനിറ്റ്സ് എടുത്തില്ല എന്ന് തോന്നുന്നു. ശങ്കരൻ അപ്പം തന്നെ ആ കരഞ്ഞുകൊണ്ടിരുന്ന ആള് ഞങ്ങൾ കാണുന്ന ഇവൻ പതുക്കെ റിലാക്സ്ഡ് ആവുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5-10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ കാണുന്ന ശങ്കരൻ ശരിക്കും കാമായിട്ട് ശങ്കരൻ കിടന്ന് ഉറങ്ങുവാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ലിറ്ററലി കിടന്ന് ബുദ്ധിമുട്ടിയിട്ടൊരു കുഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്ന ഈ മരുന്ന് പരട്ടുക 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കാണുന്ന ശങ്കരൻ റിലാക്സ്ഡായി അവൻ ഉറങ്ങിപ്പോയി അവിടെ കിടന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര അതിശയായി പോയി. കാരണം ഒരു മരുന്ന് പരട്ടിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ആ കുഞ്ഞ് കിടന്ന്, അതും കൂടുതൽ തിരുമ്മുക അങ്ങനെ എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആ മരുന്ന് പരട്ടി ഇത്ര ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പം ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം വൈദ്യം പറഞ്ഞു, അത് കൂടുതൽ നിങ്ങൾ തൊടാൻ പാടില്ല, പ്രഷർ കൊടുക്കാൻ പാടില്ല, ഇത് പരട്ടി പിന്നെ കിടന്ന് ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും മാജിക് എന്താണെന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പം ശങ്കരനെ വിളിച്ചുണർത്തുക ചെയ്ത്. എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ഞങ്ങൾ ആ ശങ്കരനെ ആ ബെഡിലോട്ട് കയറ്റി കിടത്താൻ പെട്ട പാടെന്താന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് കഴിയുമ്പോൾ ഞങ്ങൾ കാണുന്നത് ശങ്കരൻ തന്നെ എഴുന്നേക്കുന്നു, തിരിയുന്നു, കാലെടുത്ത് ഫ്ലോറിൽ വെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കണ്ട നിമിഷം ഞങ്ങൾ 3 ആളും ഒരുമിച്ച് ഞങ്ങൾ ക്ലാപ്പ് ചെയ്യുക ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അതിശയായി പോയി, ഇത് എന്ത് മാജിക്കാന്ന് പറയില്ലേ. ഞാൻ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യായിരുന്നു. കാര്യം കുറേ ദിവസമായിട്ട് ഞാൻ ഫ്ലോർ ടച്ച് ചെയ്തിട്ടില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പം എഴുന്നേറ്റ് നിന്ന് കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ സാധാരണ ഈ വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, നന്നായിട്ട് വലിച്ച് തിരുമുക അല്ലെങ്കിൽ പിടിച്ചിടുക, അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വൈദ്യര് ഇങ്ങനെ തൈലമൊക്കെ തേച്ചിട്ട് ഇങ്ങനെയാണ് തടവുന്നത്.
അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ നടന്നു. അത് എന്നോട് പറഞ്ഞത് അത് അങ്ങനെ ആ ഞരമ്പിൻ്റെ ഒരു പ്രശ്നമാണത്. പിടിച്ചിടുക അല്ലെങ്കിൽ കട്ട് ചെയ്യാണ്ട് തടയി കഴിഞ്ഞാൽ അതിനൊന്നും അതിൽ കാര്യമില്ല. ഇതിനിങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈദ്യർക്കായ ഹീസ് എ സെലക്ടഡ് വൺ വേണം പറയാൻ. സത്യം ഒരു ഹീലറാണ്, ഹീസ് എ ഹീലർ. ഞാൻ ചോദിച്ചു ഇപ്പം നമ്മൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് നന്ദി ഒക്കെ പറയും. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഗുണം കൊണ്ടല്ല, മരുന്നിൻ്റെ ഗുണം കൊണ്ടാന്ന് പറഞ്ഞു. മരുന്നിൻ്റെ പലവട്ടം പറഞ്ഞു, ഞങ്ങളോട് പലവട്ടം പറയും, ഇവനോട് പറയും മോനെ ദൈവത്തിനോട് നന്ദി പറയുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഭയങ്കര മാജിക് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുമായിരുന്നു. കാരണം ഒന്നും ചെയ്തിട്ടില്ല, പ്രഷർ കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, സാധാരണ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ പറയുന്നതായിട്ട് വൈദ്യന്മാരുടെ അടുത്ത് പോയാൽ കാല് പിടിച്ച് തിരുമ്മും, ഇങ്ങനെ പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോ. ഞാൻ അതുകൊണ്ട് പേടിച്ചാണ് പോയത്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞ് ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ സമയത്ത് എനിക്കങ്ങോട്ട് ഇത് നടന്നതൊക്കെ സ്വപ്നമായിരുന്നോ ശരിക്കും. എന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു ഇത് എന്ത് മാജിക്കായി നടന്നേ ചോദിച്ചു. അത്രയ്ക്കും നല്ല രീതിയിൽ സുഖമായിരുന്നു. സർജറി വേണം എന്ന് പറഞ്ഞല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് സർജറി വേണം, ട്രാക്ഷൻ ഇടണം, പസ് എന്തൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലിറ്ററലി ടെൻഷനായിട്ട് പോയിട്ട് ആ വൈദ്യൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതങ്ങോട്ട് വളരെ സിമ്പിളായിട്ട് അതങ്ങോട്ട് ഡീൽ ചെയ്ത് വിട്ടു എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. രണ്ട് മൊഡാലിറ്റി എങ്ങനെ അതിനെ ഡീൽ ചെയ്തു എന്ന് പറയില്ലേ. അപ്പം പിന്നെ നമ്മൾ അറിയുന്നത് അത് മർമ്മ ചികിത്സയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ആയുർവേദത്തിൽ നമ്മളെന്താ വിചാരിക്കുക, തിരുമ്മി പ്രഷർ കൊടുത്ത് വലിച്ചിട്ട്. പക്ഷെ ഇതങ്ങനെയല്ല, മർമ്മ ചികിത്സയാകുമ്പോൾ അവരുടെ രീതി വേറെയാണ്, ഈ മൊഡാലിറ്റിയിൽ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കാണുന്നത് ശങ്കരൻ എഴുന്നേറ്റ് താഴെ നിൽക്കുന്നു, തന്നെ നടക്കുന്നു. അത് ഞങ്ങളുടെ ആരുടെ ഒരു ഹെൽപ്പ് വേണ്ട. എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിൽ അതിൻ്റെ അപ്പം തന്നെ 50-50. അതായത് നമ്മൾ ആ ഒരു ഡോക്ടർ പേഷ്യൻ്റെ അടുത്ത് പറയുന്ന രീതി അതും ശരിക്കും നല്ലപോലെ മാറ്റർ ചെയ്യും. കാര്യം മറ്റേ സ്ഥലത്ത് ഈ ഹോസ്പിറ്റലിലൊക്കെ എൻ്റെ അടുത്ത് ആകെ പറഞ്ഞ് പേടിപ്പിച്ച് അത് വേണം, സർജറി ചെയ്യണം, അത് ട്രാക്ഷൻ ഇടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഓരോ വാക്കുകൾ കേൾക്കുമ്പം ഞാനിങ്ങനെ ഞെട്ടുവോ, പേടിക്കും. പക്ഷെ അനുപങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. എന്താ പറയുക, നമ്മളെ പേടിപ്പിച്ച് അങ്ങനെ പറയത്തില്ല. മിക്ക ഡോക്ടർമാരും എപ്പോഴും അങ്ങനെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഇത് ഈ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മുടെ ഡിസീസ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതി, അതും 50-50 രണ്ടും ഉണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട് അതിൽ. ഇപ്പം ആയുർവേദം അല്ലെങ്കിൽ മർമ്മ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഡെപ്തായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ കണ്ടത് നമുക്ക് കൺമുമ്പിൽ കാണുമല്ലോ. സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് മാറി പിന്നെ ഒരു മാസം അല്ലേ, ഒരു മാസം 2 മാസത്തേക്ക് മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള വലിയ മരുന്നുകളല്ല, നമുക്ക് എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള. പിന്നെ ഡെഫിനറ്റ്ലി ആയുർവേദത്തിന്റെ ഒരു സ്ട്രീം ഈ മർമ്മ ചികിത്സയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടാബ്ലറ്റ്സ് അല്ലല്ലോ, അതിൻ്റെതായിട്ടുള്ള കുറച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ വളരെ സിമ്പിളായിട്ടത് ഹാൻഡിൽ ചെയ്ത് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട്. സത്യം ഞാനന്ന് പറയായിരുന്നു ഇവിടുത്തെ ഞാൻ ചോദിക്കുമായിരുന്നു, എനിക്ക് ഇനി നടക്കാൻ പറ്റുമോ. ഈ ഓരോ ഡോക്ടർമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഇപ്പം എൻ്റെ പേടി വെച്ച് എനിക്ക് ഇനി നടക്കാൻ പറ്റുമോ. അന്ന് മറ്റേ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പം വേറെ ഹോസ്പിറ്റലിൽ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയി. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് വീൽ ചെയറിൽ, ഞാൻ ആദ്യമായിട്ടാണ് വീൽ ചെയറിൽ കയറുന്നതൊക്കെ അന്ന സമയത്ത്. എന്താണെന്ന് വെച്ചാൽ ഒരു എക്സിമ കഴിഞ്ഞ് ആളൊന്ന് എഴുന്നേറ്റ് വരുന്നുള്ളൂ. അതാണ് അടുത്തൊരു പ്രശ്നമുണ്ട്. അത് ഫുട്ബോളും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്നാണ് ഒരു വർഷത്തോളം റെസ്റ്റ് ചെയ്ത് പിന്നെ അതുപോലെ കാലിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അവൻ അവിടെ പേടിച്ചു പോയി. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, മർമ്മ ചികിത്സ. ഇങ്ങനെ ഒരു മൊഡാലിറ്റി ഉണ്ട്. നമുക്ക് അടുത്തുള്ള ആൾക്കാർ, ഇപ്പം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് കാലടി. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മർമ്മ ചികിത്സ. അനുവൈദ്യരുടെ വൈദ്യശാല കാലടിയും മറ്റുമെല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു ചാൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എന്നാൽ അതിനുള്ള സൊല്യൂഷൻസ് കിട്ടിയേക്കാം. നമുക്ക് ഉറപ്പൊന്നും പറയുന്നില്ല. അനുവൈദ്യർ ആദ്യം നമ്മൾ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്, നോക്കാമെന്നാണ് പറഞ്ഞത്. നോക്കി ഞങ്ങൾക്ക് എന്തായാലും അതിനുള്ളൊരു നല്ല റിസൾട്ട് കിട്ടി. ഇതിൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ഒരു കുംഫു മാസ്റ്ററാണ്. പുള്ളിക്ക് ഇതുപോലെ ഒരു ലിഗമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ട് പുള്ളിക്ക് പ്രാക്ടീസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും നടുവിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം അദ്ദേഹത്തിനെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ റെഫർ ചെയ്യും, പറ്റുന്ന ആൾക്കാർ പോകും. ഫ്രണ്ടായിട്ടുള്ള ഈ ഒരു കുംഫു മാസ്റ്റർ, അദ്ദേഹത്തിനെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, റെക്കമെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം അവിടെ പോയി ഏകദേശം ഒരു 9 ദിവസത്തെ എന്തോ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അവിടെ. ആളിപ്പോൾ എന്തായാലും കുംഫൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതുവരെയായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ സർജറി വേണമെന്ന് പറഞ്ഞു, സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സർജറി ഇല്ലാതെ ഹീസ് ഓൾ റൈറ്റ് നൗ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ ടഫായിട്ടുള്ളൊരു സമയമായിരുന്നു. അതായത് കുറേ സ്ട്രഗിൾ ചെയ്തു. ആ സമയത്ത് ദൈവത്തിനെ പോലെ വന്നൊരാളായിരുന്നു അനുപങ്ങൾ. പിന്നെ രക്ഷപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി. എങ്ങനെ പറയണ്ടേ അറിയത്തില്ല. ഒരുപാട് നന്ദി. താങ്ക് യു.